തേയിലത്തോട്ടങ്ങളും നദികളും കടന്ന് ഇന്ന് വെസ്റ്റ് ബംഗാളിലൂടെയുള്ള ഒരു മനോഹരമായ ഒരു ട്രെയിൻ യാത്രയാണ്. ഞങ്ങൾ ഇന്നൊരു ടൂറിസ്റ്റ് ട്രെയിനിലാണ് യാത്ര പോകുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് ന്യൂ ജൽപൈഗുഡി റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലാണ്. ഇവിടെ ഇപ്പം നിലവിൽ നവീകരണമാണ്. ഇപ്പോൾ സ്റ്റേഷന്റെ ആ ഒരു പണികളൊക്കെയാണ് ഇവിടെയായിട്ട് കാണുന്നത്. നമുക്കിന്ന് പോകാനുള്ള ട്രെയിൻ ഉള്ളത് രാവിലെ 7:20-നാണ്. ഇപ്പോൾ 6:20 അതായത് 1 മണിക്കൂർ സമയം കൂടെ നമുക്കുണ്ട്. ട്രെയിനിന്റെ പ്ലാറ്റ്ഫോം ഒക്കെ ഏതാണെന്ന് നോക്കി നേരെ കയറാം. അപ്പോൾ ഇതുവഴിയാണ് ഇനിയിപ്പോൾ സ്റ്റേഷനിലേക്കുള്ള എൻട്രൻസ്. ന്യൂ ജൽപൈഗുഡി ജംഗ്ഷൻ സ്റ്റേഷന്റെ കോഡ് NJP എന്നാണ്. നമുക്കിന്ന് പോകാനുള്ള ട്രെയിൻ പുറപ്പെടുന്നത് 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. WDP 4D ആണ് ലോക്കോമോട്ടീവ്. സിലിഗുഡി ലോക്കോ ഷെഡിന് കീഴിലുള്ള ലോക്കോമോട്ടീവ് തന്നെയാണിത്. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന കോച്ച് കുറച്ച് വെറൈറ്റിയാണ്. വിസ്റ്റഡോം കോച്ചിലാണ് ഇന്നത്തെ യാത്ര. അത് ഈ ട്രെയിനിന്റെ ഏറ്റവും പുറകിലാണ്. ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ അലിപ്പുർദ്വാർ വരെ ഈ ലോക്കോമോട്ടീവ് തന്നെയാണ്. ഈ ലോക്കോമോട്ടീവിന്റെ ശബ്ദം കേൾക്കാൻ നല്ല രസമല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനിന്റെ നമ്പറൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ്. ന്യൂ ജൽപൈഗുരിന്ന് അലിപ്പുർദ്വാർ ജംഗ്ഷനിലേക്ക് പോകുമ്പോൾ ട്രെയിനിന്റെ നമ്പർ വരുന്നത് 157-77 ആണ്. തിരിച്ചു വരുമ്പോൾ 157-78. പിന്നെ ഇതിന് ഒരു വിസ്റ്റഡോം കോച്ചും പിന്നെ ചെയർകാറും ബാക്കിയുള്ളത് അൺറിസർവ്ഡ് കോച്ചുമാണ്. 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ 2 ട്രെയിനുകളാണുള്ളത്. ഇത് ന്യൂ ജൽപൈഗുഡിന്ന് ഹൽദിബാഡിയിലേക്കുള്ള പാസഞ്ചറാണ്. നമുക്കിന്ന് യാത്ര ചെയ്യാനുള്ള വിസ്റ്റഡോം കോച്ച് ഇതാ ഇവിടെ. നമുക്ക് നല്ല കിഡലൻ വ്യൂ ഒക്കെ ഇതാ ഈ പുറകു ഭാഗത്തു നിന്നൊക്കെ കിട്ടും. അതൊക്കെ കാണണം. എന്നാൽ പിന്നെ നേരം സമയം കളയാതെ അതിൻ്റെ അകത്തേക്ക് കയറാം. ഇവിടെ AC ടൂറിസ്റ്റ് കാർ എന്നൊക്കെ എഴുതിയത് കാണാം. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഒരു തിരക്കിൽ തന്നെയാണ്. EV1 തന്നെയാണ് ഈ ഒരു കോച്ചിന്റെ നമ്പറൊക്കെ എഴുതിയിരിക്കുന്നത്. ഇനി നേരെ വിസ്റ്റഡോം കോച്ചിലേക്ക് കയറാം. സ്ലൈഡാണ് ഡോറ്. കയറി വരുന്ന ഇവിടെ തന്നെയാണ് നമുക്ക് ബാഗൊക്കെ വെക്കാനുള്ള ഒരുപാട് സ്പേസ് ഉള്ളത്. ഇതേ ഈ ഭാഗത്തും വെക്കാം. ഇനി നേരെ കോച്ചിന്റെ അകത്തേക്ക് കയറുകയാണെങ്കിൽ ദാ ഇങ്ങനെയാണ് ഇതിന്റെ അകത്തെ വ്യൂ. ഈ മുകൾ ഭാഗത്തെ ലൈറ്റിംഗ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ നല്ല വ്യൂ കിട്ടുന്ന വിൻഡോകൾ തന്നെയാണ്. സീറ്റിന്റെ ഒക്കെ അറേഞ്ച്മെന്റ് ഒക്കെ ഇങ്ങനെയാണ്. അതായത് 2x2 സീറ്റിംഗ് ലേഔട്ടിലാണ് ഇതിൻ്റെ അറേഞ്ച്മെന്റ് ഒക്കെ വരുന്നത്. ഞങ്ങളുടെ സീറ്റൊക്കെ ഉള്ളത് അങ്ങ് അവിടെയാണ്. 37-ഉം 38-ഉം ആണ് ഞങ്ങളുടെ സീറ്റ് നമ്പറുകൾ. 37-38. ഇത് കുറച്ച് ചെറുതായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു സീറ്റിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് പ്രത്യേകതകളാണുള്ളത്. ഇത് പുഷ് ബാക്ക് ചെയ്യാനുള്ള ഒരു ബട്ടനാണ്. പിന്നെ നമുക്കിതൊക്കെ നല്ല രീതിയിൽ തന്നെ കറക്കിയെടുക്കാം. പിന്നെ ഈ ഒരു സീറ്റിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഈ ഭാഗത്താണ് ഇതിൻ്റെ ചാർജിങ് പോയിന്റ് ഒക്കെ വരുന്നത്. ഈ ട്രെയിനിലാകെ 3.25 മണിക്കൂർ മാത്രമേ ഞങ്ങൾക്ക് യാത്രയുള്ളൂ. അതായത് ഹസീമാറ എന്നൊരു സ്ഥലത്തേക്കാണ് ഇന്നത്തെ യാത്ര. വിസ്റ്റഡോം ക്ലാസ്സിൽ ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 740 രൂപയാണ്. അതായത് പശ്ചിമ ബംഗാളിൽ തന്നെ 3 ജില്ലകൾ വഴിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഹിൽ സ്റ്റേഷനായ ഡാർജിലിംഗ് ജില്ല വഴിയൊക്കെ കടന്നു പോകുന്നുണ്ട്. കൂടാതെ തന്നെ ഒരുപാട് ടീ ഗാർഡൻസ്, അതുപോലെ തന്നെ ബംഗാളിൽ തന്നെ പ്രധാനപ്പെട്ട നദികളൊക്കെ നമ്മൾ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ഈ സീറ്റില്ലേ നമുക്ക് 360 ആയിട്ട് കറക്കിയെടുക്കാൻ പറ്റും. അതെങ്ങനെ അറിയോ? അതിന്റെ ആ ഒരു ലിവർ ഉള്ളത് ഈ ഭാഗത്താണ്. എന്നിട്ട് ഇത് പിടിച്ചിട്ട് ഇങ്ങനെ കറക്കി നേരെ ആ ഭാഗത്തേക്കുള്ള വ്യൂ ആക്കാം. അതായത് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ പുറത്തത്തെ നല്ല കിടിലൻ കാഴ്ചകളാണ്. ഇതിനിപ്പോ ആ ഭാഗത്തേക്കാണെങ്കിൽ നേരെ കറക്കില്ല, നേരെ അങ്ങോട്ടായില്ലേ. ഇങ്ങോട്ടുണ്ടായിരുന്ന സീറ്റല്ല. ശരിക്കും പറഞ്ഞാല് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. നമുക്ക് ആ ഒരു ഏത് ഭാഗത്തേക്കാണോ ട്രെയിൻ പോകുന്നത് ആ ഒരു ഡയറക്ഷനിലേക്ക് തന്നെ നമുക്ക് സീറ്റിന്റെ ഒരു അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യാം. മറ്റൊരു കാര്യം, ഞാൻ നേരെ ഇങ്ങോട്ടാക്കിയില്ലേ, അതല്ലേ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും. അതായത് നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോകാം. ശരിക്കും ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു വിസ്റ്റഡോം കോച്ച് യാത്ര ചെയ്താൽ കിട്ടുക. ഇതിന്റെ അകത്തൊരു സ്ക്രീൻ ഉണ്ട്. പിന്നെ ഇവിടെ വിൻഡോന്റെ ഇവിടെ തന്നെ ഒരു ബ്ലൈൻഡ് ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്ലൈൻഡ് തന്നെയാണ്. പിന്നെ ഇന്ന് ട്രെയിനിൽ തിരക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യത്തിന് ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു അൺറേറ്റഡ് റൂട്ട് തന്നെയാണല്ലോ. എന്തായാലും ട്രെയിൻ പുറപ്പെടാൻ ഒരു 10 മിനിറ്റും കൂടി ഉണ്ട്. ഏറ്റവും പുറകിലായതുകൊണ്ട് തന്നെ നല്ല വ്യൂ തന്നെയാണ്. വിസ്റ്റഡോം കോച്ചിൽ നിന്ന് ഈ ഒരു വ്യൂ ആണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടുക. ഇത് അവതാസം എക്സ്പ്രസ് ആണ്.
അടുത്ത സ്റ്റോപ്പ് ഉള്ളത് ഇനി സിലിഗുഡി ജംഗ്ഷൻ ആണ്. നമ്മുടെ ഡാർജിലിംഗ് ടോയ് ട്രെയിൻ ഒക്കെ പോകുന്ന റൂട്ടില്ലേ, സിലിഗുഡി വരെ സെയിം റൂട്ട് തന്നെയാണ്. പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ സ്ഥലമാണ്. കൂടാതെ തന്നെ അപ്പുറത്ത് ഇപ്പുറത്ത് വൃത്തിഹീനമായ ഒരു സ്ഥലം കൂടിയാണ്. നമുക്ക് പോകുമ്പോൾ തന്നെ അതൊക്കെ കാണാൻ വേണ്ടി കഴിയും. ശരിക്കും ഇപ്പം ഈ സമയത്ത് നല്ല തണുപ്പാണ്. ഈ പുറകെ നിന്നുകൊണ്ട് തന്നെ ട്രെയിനിൻ്റെ ഒരു മുഴുവൻ കാഴ്ചയും കാണാം. ഈ ഭാഗത്തൊക്കെ കൂടുതലും വേസ്റ്റുകൾ തന്നെയാണ്. ഇടുങ്ങിയൊരു വഴിയാണ് ഇപ്പോൾ യാത്ര. സിലിഗുഡി ടൗൺ റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇവിടെയൊക്കെ മാർക്കറ്റുകളൊക്കെയാണ്. ഇവിടെയൊക്കെ ഉള്ള ഒരു വൃത്തിയൊക്കെ കാണുന്നില്ലേ. കഴിഞ്ഞ ദിവസം ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു വീഡിയോയിൽ തന്നെ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞത് തന്നെയാണ്. ഇനി ഇവിടെ ഒരു ട്രാക്ക് കാണുന്നില്ലേ, അതായത് ഇതിലൂടെയാണ് ഡാർജിലിംഗ് ടോയ് ട്രെയിൻ കടന്നു പോവുക. ന്യൂ ജൽപായ്ഗുരിയിൽ നിന്ന് രാവിലെ 10 മണിക്കാണ് ട്രെയിൻ പുറപ്പെടുക. പശ്ചിമ ബംഗാളിലെ പ്രധാനപ്പെട്ട നദികളിലൊന്നായ മഹാനന്ദ ഇവിടുന്ന് ക്രോസ് ചെയ്യുകയാണ്. ഈ റൂട്ടിലെ ആദ്യത്തെ നദി. അതുപോലെ തന്നെ ഈ നദി തന്നെ ബംഗ്ലാദേശ് വഴിയും ഒഴുകുന്നുണ്ട്. സിലിഗുഡി ജംഗ്ഷൻ, ഇവിടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ചെറിയ ചെറിയ കടകളൊക്കെ കാണാം. 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വന്നത്. സിലിഗുഡി ജംഗ്ഷൻ വരാൻ കാരണം ഇവിടെ നിന്നാണ് ഡാർജിലിംഗിലേക്കുള്ള ലൈൻ പോകുന്നത്. രാവിലെ തന്നെ ഇവിടുത്തെ പ്ലാറ്റ്ഫോമും അതുപോലെ തന്നെ ട്രാക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് വൃത്തിയാക്കുന്ന ഒരു പരിപാടിയിലാണ്. എന്തായാലും ഒരു നല്ല കാര്യം തന്നെയാണ്. എന്തെങ്കിലും വൃത്തികേടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവുമല്ലോ. ട്രാക്കിനോട് ചേർന്ന് തന്നെ ആൾക്കാർ താമസിക്കുന്ന വീടുകളൊക്കെ കാണാം. കൂടുതലും ഷീറ്റുകൾ കൊണ്ട് നിർമ്മിച്ച വീടുകളാണ്. വളരെ അടുത്താണ് ഇതൊക്കെ. യാത്രയിൽ അങ്ങനെ തേയിലത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. ഒരുപാട് ഭാഗത്തായി ഇതങ്ങനെ കാണാം. ട്രാക്കിനോട് അത്രയും ചേർന്ന് തന്നെയാണ്. ഈ തേയിലത്തോട്ടങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുക ഈ അസം അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ ഭാഗത്തേക്ക് വരുമ്പോഴാണ്. ബ്രോഡ് ഗേജ് വഴി യാത്ര ചെയ്യുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. വിസ്റ്റഡോമിൻ്റെ ഏറ്റവും പുറകിലത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. പിന്നെ ഈ ഭാഗത്ത് ഒരു ഫ്രിഡ്ജൊക്കെ ഉണ്ട്. ഇവിടെ ഈ സമയത്ത് ആരുമില്ല. കാരണം ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത കുറച്ച് സമയം മാത്രമേ ഇതിലത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ വന്നിരുന്നുള്ളൂ. കാരണം കുറച്ച് നേരം അവർക്ക് കണ്ടപ്പോൾ തന്നെ എല്ലാവരും പോയി. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ, നല്ലൊരു വ്യൂ ആണ് ഈ ഒരു കോച്ചിൻ്റെ ഈ ഒരു ഏറ്റവും പുറകിൽ വന്നാൽ കിട്ടുകയാണ്. ഈ വിൻഡോയുടെ കുറച്ച് ഒരു വ്യക്തത ഉണ്ടായിരുന്നു. ഇതിനെക്കാട്ടി നല്ലൊരു കാഴ്ച കിട്ടിയാണ്. ഏത് ഭാഗത്ത് നോക്കിയാലും ഇപ്പൊ തേയില മാത്രമാണല്ലേ. തേയില മാത്രമാണ് ഈ ഭാഗത്ത് മൊത്തം. അതേ ഉള്ളൂ. ഒരുപാട് ടീ ഗാർഡൻസ് ഉണ്ട്. നമ്മുടെ സൗത്ത് ഇന്ത്യ പറയുകയാണെന്നല്ലോ, വിശാഖപട്ടണം അറക്ക് വാലിയിലേക്ക് പോകാൻ വേണ്ടി നല്ലൊരു വിസ്റ്റഡോം കോച്ചിലെ വണ്ടിക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് മംഗലാപുരം റൂട്ടിലേക്ക് ഒരു വിസ്റ്റഡോം കോച്ചുണ്ട്. ഷിമോഗയിലേക്ക് ഉണ്ട്. ഷിമോഗയിലേക്ക് നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നെ. ശരിക്കും പറഞ്ഞാൽ കൊങ്കൺ റെയിൽവേയിൽ ഒന്നുണ്ട്, പക്ഷെ ഞങ്ങൾ ഇതുവരെ അവിടെ പോയിട്ട്, അതായത് മുംബൈയിൽ നിന്ന് ഗോവയിലേക്ക്. അതുപോലെ തന്നെ ഉണ്ട് നമ്മുടെ കേരളത്തിൽ ഒരു വിസ്റ്റഡോം കോച്ചുള്ള വണ്ടി ഉണ്ടെങ്കിൽ ഉപകാരപ്പെട്ടന്നെ. അതായത് കൊല്ലം ടു ചെങ്കോട്ട എത്രത്തോളം ആൾക്കാർ കയറുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അതിമനോഹര റൂട്ട് കൂടിയാണല്ലോ അത്. ഇവിടെ എനിക്ക് തോന്നുന്നു ക്രോസിങ്ങിന് വേണ്ടിയിട്ടാകാം വണ്ടി നിർത്തിയത്. കാരണം ഇത് സിംഗിൾ ലൈൻ ആണല്ലോ. അപ്പൊ ഇതിന്റെ ഏറ്റവും പുറകുന്നുള്ളൊരു കാഴ്ചയൊക്കെ എന്താ ഭംഗി. വണ്ടി അവിടെ റെഡ് സിഗ്നൽ തന്നെയാണ്. പിന്നെ കുറച്ചും കൂടെ അത് വൃത്തിയാക്കായിരുന്നു. കാരണം ഇതൊരു ടൂറിസ്റ്റ് ട്രെയിൻ അല്ലേ. കാരണം കുറച്ച് പഴക്കമുണ്ട്, അതാണ് ഒരു പ്രശ്നം. 15 മിനിറ്റോളമാണ് ഈ ഗുഡ്സ് ട്രെയിൻ വരാൻ വേണ്ടി നമ്മുടെ ട്രെയിൻ ഈ ഒരു സ്റ്റേഷനിൽ നിർത്തിയത്. അങ്ങനെ ഫൈനലി അത് വന്നല്ലോ.
ഒരു തുള്ളി പോലും വെള്ളമില്ല, ഇതാ വറ്റി വരണ്ട് കിടക്കുകയാണ്. സിവോക്ക് ഫോറസ്റ്റ് വഴിയാണ് ഇപ്പോഴത്തെ യാത്ര. സ്റ്റേഷനിലേക്ക് ഒരു 3 കിലോമീറ്റർ കൂടെ ദൂരമുണ്ട്. അങ്ങ് മുന്നിലായി വലിയ മലനിരകളെ കാണാം. റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ തന്നെയുള്ള ഒരു നദിയാണ്. ഇപ്പം ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ കാണുന്ന നദിയിലൊന്നും തീരെ വെള്ളമില്ല. 8:35 ട്രെയിൻ ഇപ്പോൾ ഡാർജിലിംഗ് ജില്ലയിലെ സേവക് എന്നാണ് ഹിന്ദിയിൽ, ഇംഗ്ലീഷിൽ സിവോക് എന്നാണ്. ഇതാണ് നമ്മൾ പല സ്റ്റേഷൻ്റെയും പേര് പറയുമ്പോൾ ചില സമയത്ത് തെറ്റുന്നത്. പ്രൊണൗൺസിയേഷൻ കറക്റ്റ് എങ്ങനെയാണെന്ന് ഹിന്ദിയിലുള്ള തന്നെയാണ്, ശരിക്കും സേവക് തന്നെയാണ്. ഇത്ര സമയത്തും തണുപ്പിനൊരു കുറവില്ല, നല്ല തണുപ്പാണിപ്പോൾ. ഇത് ചെറിയ ട്രെയിൻ ആയതുകൊണ്ട് അങ്ങേ കൊണ്ടുപോയി നിർത്തുള്ളൂ. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വന്നത്. ഇവിടുന്ന് നമ്മുടെ വിസ്റ്റഡം കോച്ചിലേക്കൊക്കെ കയറാനായി ആൾക്കാരൊക്കെ വരുന്നത് കാണാം. അത്യാവശ്യം നല്ല വൃത്തിയൊക്കെയുള്ളൊരു സ്റ്റേഷൻ തന്നെയാണിത്. ഈ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളൊരു നദി ക്രോസ് ചെയ്യും. ടീസ്റ്റ നദി 414 കിലോമീറ്റർ ആണ് ആ നദിയുടെ നീളം വരുന്നത്. സിക്കിമിലത്തെ ഏറ്റവും വലിയ നദിയാണ്. വെസ്റ്റ് ബംഗാളിൽ ഗംഗ കഴിഞ്ഞാൽ ഉടനെ വരുന്ന 2ാമത്തെ വലിയ നദി കൂടിയാണ്. ഈ ഒരു നദി നമ്മൾ ക്രോസ് ചെയ്യുന്ന ഒരു പാലത്തിന്റെ പേര്, ഈ സ്റ്റേഷൻ അതേപോലെയുള്ള സിവോക്ക് ആ ഒരു പേര് തന്നെയാണ് വരുന്നത്. 396 മീറ്റർ ആണ് അതിന്റെ നീളം വരുന്നത്. അതായത് വെസ്റ്റ് ബംഗാളിലത്തെ 2 ജില്ലകളെ തമ്മിലാണ് വേർതിരിക്കുന്ന ഒരു പാലം കൂടിയാണത്. അങ്ങനെ ഇതാ ടീസ്റ്റ നദി ക്രോസ് ചെയ്യുകയാണ്. ഇന്ത്യയിലൂടെയും ബംഗ്ലാദേശിലൂടെയും ഒഴുകുന്ന ഒരു നദിയാണിത്. ശരിക്കും പാലത്തിൻ്റെ ഈ അതായത് നമ്മുടെ ഈ ഒരു കാഴ്ചയില്ലേ, ട്രെയിനിൻ്റെ ഏറ്റവും പുറകിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ പോകുന്നൊരു കാഴ്ച കാണണം. അത് വിസ്റ്റോഡോമിൽ തന്നെ നമുക്ക് വരണം. മറ്റു കോച്ചുകളിലൊന്നും വന്നിരുന്ന എങ്ങനെയൊന്നും കാണാൻ പറ്റില്ലല്ലോ. ടീസ്റ്റ റൂട്ടിലെ ആദ്യത്തെ ടണലാണ്. ചെറിയൊരു ടണലായിരുന്നു, ഒരു 200 മീറ്റർ അത്രേ അതിൻ്റെ ലെങ്ത് ഉണ്ടായിരുന്നുള്ളൂ. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ഈ ഒരു ടൂറിസ്റ്റ് ട്രെയിൻ ഉണ്ടല്ലോ 2021 കേട്ടോ ആദ്യമായിട്ട് ഓടിച്ചു തുടങ്ങിയത്. കൂടാതെ തന്നെ നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഈ ഒരു സ്ഥലത്തിനെ പറയുന്ന പേര് ഡൂവാർഫ് മേഖലയാണ്. അവിടുത്തെ തന്നെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇപ്പം നമ്മൾ മഹാനന്ദ നദി കണ്ടല്ലോ, അതുപോലെ തന്നെ ടീസ്റ്റ നദി കണ്ടല്ലോ, സേവോക്ക് പാലം വഴി വന്നല്ലോ. ഇനി ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മഹാനന്ദ വന്യജീവി സങ്കേതം, അതുപോലെ തന്നെ ജർദാക്ക നദി, തോർഷ നദി, ഡുവാർസ് തെറായി തേയിലത്തോട്ടങ്ങൾ, ബുക്സ ടൈഗർ റിസർവ്, ജൽദപാര ദേശീയോദ്യാനം, ചപ്രമാരി വന്യജീവി സങ്കേതം, രാജ്ബട്ട് ഗാവ തുടങ്ങിയ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് ഈ ട്രെയിൻ കടന്നു പോകുന്നത്. ഇവിടെ മുഴുവനും തേയിലയാണ്. ലെവൽ ക്രോസിംഗ് അവിടെ മൊത്തം അത് തന്നെയാണ്, പക്ഷെ അത് കുറച്ച് ദൂരെയാണ്. കാരണം ഇവിടെയൊക്കെ നല്ല തണുപ്പാണ്. ഈ ഒരു തേയിലേക്ക് അനുയോജ്യമായ സ്ഥലങ്ങൾ തന്നെയാണല്ലോ ഇതൊക്കെ. ഒരു സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യാണ്. കണ്ടിട്ട് ഇവിടെ നിർത്തും തന്നെയാണ് തോന്നുന്നത്. ഇത് നിന്നു. ട്രെയിൻ നിർത്തി ഇവിടെ. മിക്കവാറും ക്രോസിങ് തന്നെ ആകാം.
നമ്മൾ ഏറ്റവും പുറകിലായതുകൊണ്ട് നമുക്ക് നല്ല വ്യൂ ഒക്കെ ആണല്ലോ കിട്ടുക. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എത്ര മണിക്കാണ് ട്രെയിൻ എടുക്കുന്നതെന്ന് അറിയില്ല. ഇറങ്ങിയ സമയത്ത് ഈ വിസ്റ്റഡോമിലത്തെ ആൾക്കാരൊന്നും അധികം പുറത്തൊന്നും ഇറങ്ങൂല. ബാക്കി എല്ലാ കോച്ചിലത്തെ ആൾക്കാരൊക്കെ പുറത്തിറങ്ങും. ഇവിടെ ഇപ്പോൾ ഒരു ട്രെയിൻ വന്നിട്ടുണ്ട്. സിയാൽദയിൽ നിന്ന് അലിപുർദ്വാറിലേക്ക് പോകുന്ന കാഞ്ചൻകന്യ എക്സ്പ്രസ്. ഇനിയിപ്പോൾ ഇവിടെ ഒരു ഇൻട്രസിറ്റിയാണ് വരാനുള്ളത്. അത് വന്നാൽ മാത്രമേ നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് എടുക്കുകയുള്ളൂ. അതായത് അലിപുർദ്വാർ ജംഗ്ഷനിൽ സിലിഗുരി ജംഗ്ഷനിലേക്കുള്ള ഇൻട്രസിറ്റിയാണ്. അതിപ്പോൾ ഇവിടെ ഏകദേശം എത്താനായി. കാരണം ഇപ്പം നമ്മുടെ വണ്ടി ഇവിടെ വന്നിട്ട് തന്നെ ഏകദേശം ഒരു 10 മിനിറ്റിന് മുകളിൽ തന്നെ ആയി. അങ്ങനെ ഇൻട്രസിറ്റി വന്നു. കാഞ്ചൻകന്യാണ് ഇവിടുന്ന് ആദ്യം എടുത്തിട്ട് പോയത്. WP7 എക്സ്ട്രയിന് അറ്റാച്ച് ചെയ്തതാണ്. ആ ഒരു പഴയ ബ്ലൂ ICF. വിസ്റ്റഡോം കോച്ചിൽ ആൾക്കാരൊന്നും ഇല്ലാതെ വളരെ സമാധാനത്തോടെ ഇവിടെ വന്നിരുന്ന് ഈ ഒരു കാഴ്ച കാണാൻ എന്താ രസം. ഈ ഭാഗത്തൊക്കെ കൃഷിയൊക്കെയാണ്. ഇവിടെ തന്നെ ഒരുപാട് വീടുകളൊക്കെ കാണാം. ഒരു സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യാണ്. ഇത് ചെറിയൊരു ഗ്രാമപ്രദേശമാണ്. ഈ ഭാഗത്ത് ഒരുപാട് കവുങ്ങുകളും അതുപോലെ തന്നെ തെങ്ങുകളൊക്കെ ഉണ്ട്. ആ ഭാഗത്താണ് കൂടുതലായിട്ടും. ട്രെയിൻ ഇപ്പോൾ ന്യൂ മാൾ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 9:55 നമ്മുടെ ഈ ഒരു വിസ്റ്റഡോം കോച്ചിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇതാ ഇവിടെയാണ് ഇറങ്ങുന്നത്. ഇനി അങ്ങോട്ട് ഇതിൽ തിരക്കേ ഉണ്ടാവില്ല. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ആരും കയറാനും ഇല്ല. ചെറിയൊരു നദി, മാൽ റിവർ. നമ്മുടെ കോച്ചിൻ്റെ അകത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഈ ഒരു സ്ലൈഡ് ഡോറില്ലേ, ഇത് നല്ല ഹാർഡാണ്. ഇതാ ഇത്ര ആൾക്കാരേ ഉള്ളൂ. ഇപ്പോൾ എവിടെ വേണമെങ്കിൽ പോയിരിക്കാം. ട്രെയിൻ ഇപ്പോൾ ചാൽസ എന്നൊരു സ്റ്റേഷനിലെത്തിയേ. ഇവിടെ ട്രെയിന് 1 മിനിറ്റാണ് സ്റ്റോപ്പുള്ളത്. അൺറിസേർവ്ഡിലും അതുപോലെ തന്നെ ചേർക്കാറിലൊക്കെ ഇവിടുന്ന് കയറാനും ഇറങ്ങാനൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. അത്യാവശ്യം ഒരു തിരക്കേറിയ സ്റ്റേഷൻ തന്നെയാണിത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മേഖലനെ പറയുന്ന പേര് ഡുവാർസ് മേഖല എന്നാണ്. അപ്പൊ ആ ഡുവാർസിന്റെ രാജ്ഞി, അതായത് ക്വീൻ ഓഫ് ഡുവാർസ് എന്നാണ് ഈ ചൽസ എന്ന് പറഞ്ഞ ഒരു പട്ടണം അറിയപ്പെടുന്നത്. അതിമനോഹരമായ ഒരു സ്ഥലം കൂടിയാണ്. ഇത് കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മളൊരു വന്യജീവി സങ്കേതം വഴിയാണ് പോകുന്നത്. അതായത് ചപ്രമാരി എന്നാണ് അതിന്റെ പേര്. അപ്പൊ അവിടേക്കൊക്കെ പോകണമെങ്കിൽ ഇവിടെയാണ് ഇറങ്ങേണ്ടത്. അതിന്റെ ഒരു താവളായിട്ടാണ് ചൽസ എന്ന് പറഞ്ഞ ഒരു പട്ടണത്തെ കാണുന്നത്. ട്രെയിൻ ഇപ്പോൾ ചപ്രമാരി നാഷണൽ പാർക്കിലേക്ക് എത്തി. ഇവിടെ പുള്ളിപ്പുലി, കാട്ടുപോത്ത്, അതുപോലെ തന്നെ ആന, ഇതൊക്കെ ഉണ്ട്. എന്തായാലും ഈ ട്രെയിനിൽ പോകുന്ന സമയത്തൊന്നും പുള്ളിപ്പുലിനെയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. അതൊക്കെ ഇതിൻ്റെ ഏതെങ്കിലും ഭാഗത്തായിരിക്കാം. രാത്രിക്കെല്ലാം മിക്കവാറും ആനേനെയൊക്കെ മിക്കവാറും കാണാൻ സാധിക്കുമായിരിക്കും. ട്രെയിൻ ഇപ്പോൾ നല്ല സ്ലോയിൽ തന്നെയാണ് പോകുന്നത്. ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച ഇങ്ങനെയാണ്. ജൽദാക്ക റിവർ. ഈ നദി ഉത്ഭവിക്കുന്നത് സിക്കിമിൽ നിന്നാണ്. വലിയൊരു നദി തന്നെയാണിത്. ഈ പാലം വഴിയൊക്കെ ആൾക്കാരൊക്കെ നടന്നു പോകുന്നതൊക്കെ കാണാം.
ഭാഗത്ത് മുഴുവനും തേയിലയാണ്. ശരിക്കും ഇത് കാണാൻ നല്ല രസമാണ്. ഒരേ രീതിയിൽ തന്നെ ചെത്തിയെടുത്ത് അതുപോലെ ആക്കി വെക്കുന്നില്ലേ. ട്രെയിൻ ഒരു നദി ക്രോസ് ചെയ്യുകയാണ്, ദിയാന റിവർ. നദി പോകുമ്പോൾ ഇതാ ഇതിൻ്റെ മുകളിലത്തെ ആ ഒരു വിവരം നമുക്ക് കിട്ടും. വേറൊരു കാര്യമുണ്ട്, ശക്തമായ വെയിലൊന്നും വന്നാൽ ഇതിൻ്റെ അകത്തേക്ക് വലിയ രീതിയിൽ ഏൽക്കുന്നൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോ അടുത്തൊരു സ്റ്റേഷൻ ഏകദേശം എത്താനായി. ചെറിയൊരു പട്ടണത്തിന്റെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. ട്രാക്കിന് ഇരുവശത്തായിട്ടാണ് താമസിക്കുന്ന വീടുകളാണ്. ഒരു സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യുകയാണ്. ഈ റൂട്ടിലെ കൂടെ ട്രെയിനുകളൊക്കെ വളരെയധികം കുറവാണ്. ട്രെയിൻ ഇപ്പോൾ അടുത്തൊരു സ്റ്റേഷനിൽ നിർത്തി കേട്ടോ. ക്രോസിങ്ങിന് വേണ്ടിയിട്ടാണ്. അലിപുർദ്വാറിന്ന് ഡൽഹി ജംഗ്ഷനിലേക്ക് പോകുന്ന സിക്കിം മഹാനന്ദ എക്സ്പ്രസ്. അതിപ്പോൾ ഇവിടത്തേക്ക് എത്താനായി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ 10:30 ആകുമ്പോഴാണ് അവിടെ എത്തേണ്ടത്. ഇപ്പോൾ വണ്ടി ഒരുപാട് ഡിലേ ആയി. ട്രെയിൻ വരുന്നുണ്ട്. ട്രെയിൻ ഇപ്പോൾ മദാരി ഹാട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. 11:54 സ്റ്റേഷൻ്റെ ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച ഇതാണ്. ഇവിടെ ആകെ ഒരു പ്ലാറ്റ്ഫോമേ ഉള്ളൂ. വണ്ടി കഴിഞ്ഞ സ്റ്റേഷനുകളിലെല്ലാം നിർത്തിയിട്ടാണ് ഒരുപാട് ലേറ്റ് ആയതല്ലേ. ഓവർടേക്കിംഗ്, അതിനിടയ്ക്ക് ആരോ ഒരുത്തൻ എന്താ പറയാ ചെയിൻ വലിച്ചു. അങ്ങനെയും കുറെ ടൈം പോയി. ഈ റൂട്ടിൽ മിക്ക സമയത്ത് ഈ ട്രെയിനിന്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. ഓൺ ടൈമിലായിട്ടൊന്നും അസീമാർ എത്തൂല. ഇനിയിപ്പോണ്ടല്ലോ നമ്മളൊരു നദി കാണാൻ വേണ്ടി പോകുന്നത്. ആ നദിയുടെ പേര് വരുന്നത് ടോർസ എന്നാണ്. ടോർഷ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് 4 രാജ്യങ്ങൾ വഴിയാണ് ആ നദി കടന്നു പോകുന്നത്. ടിബറ്റിൽ നിന്നങ്ങാണ്ടാണ് അത് ഉത്ഭവിക്കുന്നത്. അതുപോലെ തന്നെ ഭൂട്ടാനിലെ കൂടെ പോകുന്നുണ്ട്, ഇന്ത്യയിൽ കൂടെ പോകുന്നുണ്ട്, ബംഗ്ലാദേശിലെ കൂടെയും പോകുന്നുണ്ട്. നമ്മളിതാ ടോർസ നദി ക്രോസ് ചെയ്യുകയാണ്. ഈ നദീന്റെ പേര് തോർസ എന്നല്ലേ. നമ്മൾ നേരത്തെ തീസ്റ്റ നദി ക്രോസ് ചെയ്തില്ലേ. ഈ 2 നദീന്റെയും പേരിൽ ഒരു ട്രെയിൻ ഉണ്ട്, തീസ്റ്റ തോർസ എക്സ്പ്രസ്. അത് ന്യൂ അലിപുർദ്വാറിന്ന് സിയാൽദേഗിലേക്ക് പോകുന്ന വണ്ടിയാണ്. ന്യൂ ജൽപൈഗുഡിയിൽ നിന്നും 133 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇപ്പോൾ ഇതാ വെസ്റ്റ് ബംഗാളിലെ തന്നെ ഹാഷിമാറ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 1.5 മണിക്കൂറാണ് വണ്ടി ഇപ്പോൾ ഡിലേ. 12:10 ഇപ്പോൾ. ഇത് 2ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. സ്റ്റേഷൻ്റെ നവീകരണമൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇനി ഈ ട്രെയിൻ നേരെ പോവുക അലിപുർദ്വാർ ജംഗ്ഷനിലേക്കാണ്. ഇവിടുന്ന് 35 കിലോമീറ്റർ ആണ് ദൂരമുള്ളത്.
നമുക്കിനി ഇവിടുന്ന് നേരെ സ്റ്റേഷന്റെ പുറത്തേക്ക് പോവാം. വിസ്റ്റഡോം കോച്ചിലത്തെ യാത്രയൊക്കെ അടിപൊളി തന്നെയായിരുന്നു. അധികം തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖകരമായിട്ട് തന്നെ യാത്ര ചെയ്യാൻ പറ്റി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ നേരെ പുതിയൊരു രാജ്യത്തേക്കൊക്കെ പോവുകയാണ്. ഇന്ത്യ ഭൂട്ടാൻ ബോർഡറിലേക്ക് ഇവിടുന്ന് 18 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഭൂട്ടാന്റെ കാഴ്ചകളാണ് അടുത്ത ദിവസത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വലിയൊരു ബൈ.